ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ദളപതി വിജയ നായകനാക്കി വെങ്കട്ട പ്രഭു സംവിധാനം ചെയ്ത് ഏറ്റവും പുതിയ വമ്പൻ തമിഴ് സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ എന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 288 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഗോട്ട നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ട്രാക്കേഴ്സ് ഫിഗേഴ്സിനോട് അടുത്തൊരു കളക്ഷൻ തന്നെ ഗോട്ടിന്റെ 4 ദിവസത്തെ കളക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ വന്നപ്പോൾ 126 കോടിയായിരുന്നു ഒഫീഷ്യൽ ഫിഗർ എങ്കിൽ ട്രാക്കേഴ്സ് ഫിഗേഴ്സ് 100 കോടിയായിരുന്നു. ഇപ്പോഴത്തെ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ട്രാക്കേഴ്സ് ഫിഗേഴ്സ് ആണെങ്കിലും ഒഫീഷ്യൽ കളക്ഷൻ ആണെങ്കിലും 280 കോടി 290 കോടി റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ട്രാക്കേഴ്സ് ഫിഗേഴ്സും ഒഫീഷ്യൽ കളക്ഷൻ ഫിഗേഴ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തന്നെയില്ല. അതേസമയം ആദ്യ ദിവസത്തെ കളക്ഷനിൽ ഒഫീഷ്യൽ കളക്ഷനിൽ പ്രൊമോഷണൽ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു എന്നത് ഒരിക്കൽ കൂടി ശരിവയ്ക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് 288 കോടി എന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് വിജയ് ചിത്രം വമ്പൻ തുടക്കമാണല്ലോ ആദ്യ വീക്കെൻഡിൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഈ 288 കോടിയിൽ 120 കോടിയും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഓവർസീസ് കളക്ഷൻ മാറ്റി നിർത്തി ബാക്കിയുള്ള കളക്ഷനിൽ 100 കോടിയിലധികം രൂപയും തമിഴ്നാട്ടിൽ നിന്നാണ് വിജയ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വൻ തരംഗമായിട്ട് സിനിമ ബോക്സ് ഓഫീസിൽ തീ കളക്ഷനുമായിട്ട് മുന്നേറുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഗോട്ട് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ കേട്ടാം.